ഹലോ, ഇന്ന് നമ്മൾ മാർക്കറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാനൊരു സോറി പറയുകയാണ്. കാര്യം ഒരുപാട് കമൻസും ഞാൻ കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും നോട്ട്സും വീഡിയോസും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടായിരുന്നു അത് ഇടാൻ പറ്റാതിരുന്നത്. എനിക്ക് കഴിയുന്ന പോലെ ഞാൻ മാക്സിമം ഈ 2 ദിവസങ്ങളിലായിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. മാർക്കറ്റിൻ്റെ ഡെഫിനിഷൻ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്കറിയണത് തന്നെയാണ്. അതായത് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിനായി വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും പരസ്പരം ബന്ധപ്പെടാനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പോളം എന്ന് പറയുന്നത്. പിന്നെ കമ്പോള വില എന്താണെന്നും നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഒരു വസ്തുവിൻ്റെ ഒരു ഹ്രസ്വകാലം കുറച്ച് കാലത്തേക്കുള്ള ഒരു സന്തുലിത വിലയാണ് കമ്പോള വില എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷനും കൂടെ നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റിന് മുന്നേ ആയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഏത് മാനദണ്ഡത്തിനെ അടിസ്ഥാനമാക്കിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പുതിയ വ്യവസായ യൂണിറ്റുകൾക്ക് വിപണിയിലേക്ക് കടന്നു വരാനുള്ള എളുപ്പം, അതുപോലെ തന്നെ വിപണിയിലെ വ്യവസായ യൂണിറ്റുകളുടെ എണ്ണം, അവ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഒരേപോലെയാണോ, അല്ലെങ്കിൽ അതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നീ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയായിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പോളങ്ങളെ വർഗീകരിക്കുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പൂർണ്ണ മത്സരമാണ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് ഓരോ വ്യവസായ യൂണിറ്റിൻ്റെയും കമ്പോള ശക്തി 0 വിപണിയാണ് നമ്മൾ പൂർണ്ണ മത്സര വിപണി എന്ന് പറയുന്നത്. ഈ ഒരു പൂർണ്ണ മത്സരത്തിൽ മറ്റ് വ്യവസായ യൂണിറ്റുകൾ അല്ലെങ്കിൽ വേറെയുള്ള വിപണികൾ തമ്മിൽ ഒട്ടും മത്സരം ഉണ്ടാവില്ല. അത്തരം കമ്പോള ഘടനയാണ് പൂർണ്ണ മത്സരം എന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഈ ഒരു പൂർണ്ണ മത്സര വിപണിയിൽ ഒരു വ്യവസായ യൂണിറ്റിന് മറ്റുള്ളവയുമായിട്ട് സജീവമായിട്ട് മത്സരിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ആ വ്യവസായ യൂണിറ്റിന് അതിൻ്റെ ഉൽപ്പന്നം വിൽക്കാനുള്ള ശേഷി അല്ലെങ്കിൽ കഴിവ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിട്ടല്ല ഉള്ളത്. അവർക്കത് സ്വയമേവ പറ്റും. അതുകൊണ്ട് തന്നെ മറ്റുള്ള വ്യവസായ യൂണിറ്റുകൾ തമ്മിൽ യാതൊരു മത്സരത്തിന് ആവശ്യമില്ല. അത്തരം കമ്പോള ഘടനയാണ് പൂർണ്ണ മത്സരം അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇത്തരം കമ്പോളത്തിൽ ധാരാളം വാങ്ങലുകാരും വിൽപ്പനക്കാരും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു വ്യവസായത്തിലെ എല്ലാ യൂണിറ്റുകളും വിൽക്കുന്ന ഉൽപ്പന്നം ഒരേ സ്വഭാവമുള്ളവയായിരിക്കും, ഒരേപോലെ ഉള്ളതായിരിക്കും. കാര്യമായ തടസ്സങ്ങളില്ലാതെ ഈ ഒരു വ്യവസായ യൂണിറ്റുകൾക്ക് ഈ ഒരു വ്യവസായത്തിലേക്ക് കടന്നു വരാനും പുറത്തു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇതിലുണ്ട്. പിന്നെ കമ്പോളത്തിലെ എല്ലാ വ്യവസായ യൂണിറ്റുകളുടെയും ലക്ഷ്യം ലാഭം പരമാവധിയാക്കുക എന്നതാണ് ഈ ഒരു പൂർണ്ണ മത്സരത്തിൽ ഉള്ളത്. ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ വില, ഉൽപ്പന്നം, വിപണിയിലേക്കുള്ള പ്രവേശനം തുടങ്ങിയ ഘടകങ്ങളിലൊന്നും യാതൊരു വിധ നിയന്ത്രണങ്ങളും ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നില്ല. പിന്നെ വിപണിയിലുള്ള എല്ലാവരും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പിന്നെ പൂർണ്ണ മത്സര വിപണിയിലെ ഓരോ വ്യവസായ യൂണിറ്റും വില സ്വീകരിക്കുന്നവരാണ്. വിപണിയുടെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ വ്യവസായ യൂണിറ്റും ചെറുതാണ്. അതിനാൽ ഒരു വ്യവസായ യൂണിറ്റിനും ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ സേവനത്തിൻ്റെയോ വിലയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ വിൽപ്പന ചെലവിൻ്റെ ചിലവ് പ്രത്യേകമായിട്ട് ഈ ഒരു പൂർണ്ണ മത്സരത്തിൽ വരുന്നില്ല. അതായത് ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഒരേ സ്വഭാവം അല്ലെങ്കിൽ ഒരേപോലെ ഉള്ളതിനാൽ ഒരു ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തിന് വേണ്ടി പരസ്യങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാനൊന്നും കഴിയില്ല. ആ ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പരസ്യത്തിനൊന്നും കഴിയില്ല. മാത്രമല്ല ഉൽപ്പന്നത്തെ വേർതിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയൊന്നും ഇതിലില്ല. അതുകൊണ്ട് ഉൽപ്പാദന ചെലവില്ല എന്നാണ് പറയുന്നത്. ഉൽപ്പാദന ചെലവിൻ്റെ അഭാവം ഈ ഒരു ഫീച്ചറായിട്ട് വരുന്നുണ്ട്. അതായത് ഈ ഒരു പൂർണ്ണ മത്സരത്തിൻ്റെ ഫീച്ചറായിട്ട് വരുന്നുണ്ട്. പിന്നെ പൂർണ്ണമായ അറിവ്, അതായത് ഒരു കമ്പോളത്തിൽ നടക്കുന്ന എല്ലാ വസ്തുതകളെ പറ്റിയുള്ള പൂർണ്ണമായ ഒരു അറിവ് ഈ ഒരു പൂർണ്ണ മത്സരത്തിന് ഉണ്ടാവും. ആ കമ്പോളത്തിലെ ഉൽപ്പന്നത്തിൻ്റെ വില എന്താണ്, അവിടെ എന്തൊക്കെ ആ പ്രവർത്തനത്തെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെക്കുറിച്ച് ഉള്ള അറിവ് ഈ ഒരു വിൽപ്പനക്കാർക്കും ഉണ്ടാവും, അതുപോലെ തന്നെ വാങ്ങലുകാർക്കും ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മോണോപോളിയാണ്. അതായത് പ്യുവർ മോണോപോളി, അതായത് ശുദ്ധ കുത്തക എന്നതാണ് അതിൻ്റെ മലയാളം വരുന്നത്. ഒറ്റ വിൽപ്പനക്കാരൻ മാത്രമുള്ള വിപണിയാണ് കുത്തക. അവിടെ ആ ഒരൊറ്റ വിൽപ്പനക്കാരൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയല്ല, അവരാണ് ആ മാർക്കറ്റ് കീഴടക്കുന്നത് എന്നൊക്കെ പറയില്ലേ, കുത്തക എന്നൊക്കെ പറയില്ലേ, അതന്നെ. ഒരു വ്യവസായ യൂണിറ്റ് മാത്രം ഒരു വസ്തു വിൽക്കാൻ ഉണ്ടായിരിക്കുകയും ആ വസ്തുവിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ലഭ്യമല്ലാതിരിക്കുകയും ചെയ്യുന്ന കമ്പോള രൂപത്തെയാണ് ശുദ്ധ കുത്തക എന്ന് പറയുന്നത്.
ഈ ഒരു ശുദ്ധ കുത്തക വിപണിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഒരേപോലെയുള്ള വസ്തുവിന് ഒരു ഉൽപ്പാദകം മാത്രമായിരിക്കും ഉണ്ടാവുക. ഉൽപ്പാദനത്തിൽ ഒരു വ്യവസായ യൂണിറ്റ് മാത്രമായിരിക്കും, ആ ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദനത്തിൽ ഒരു വ്യവസായ യൂണിറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. അവർ തന്നെയായിരിക്കും എല്ലാവിടേക്കും വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഉൽപ്പന്നം എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നുണ്ടാവുക. പിന്നെ ബദൽ വസ്തുക്കളുടെ അഭാവം, അതായത് കുത്തകക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന വേറെ വസ്തുക്കൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലഭ്യമാവില്ല. അപ്പോൾ അവിടെ അത് കുത്തകയാവുകയാണ് ചെയ്യണത്. പ്രവേശന സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവം, അതായത് പുതിയ വ്യവസായ യൂണിറ്റുകൾ വ്യവസായത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ ഫലപ്രദമായി തടയുന്ന ഘടകങ്ങൾ ഈ ഒരു വിപണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, കുത്തകകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതും ഇപ്പോൾ പുതിയ വിപണികളൊന്നും വരാതിരിക്കുമ്പോൾ ഇവർ കുത്തകയായിട്ട് തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. വില നിർണ്ണയാധികാരം, ഉൽപ്പന്നത്തിൻ്റെ വില നിർണ്ണയിക്കാനുള്ള അധികാരം ഉൽപ്പാദകനിൽ നിക്ഷിപ്തമാണ്. ആ ഉൽപ്പാദകൻ പറയുന്നതാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസ് മേക്കർ. ഇനി നെക്സ്റ്റാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതായത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം വ്യവസായ യൂണിറ്റുകളുള്ള ഒരു കമ്പോള ഘടനയാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ധാരാളം വിൽപ്പനക്കാരും വാങ്ങുന്നവരും ഉണ്ടാവും. അതായത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ധാരാളം വ്യവസായ യൂണിറ്റുകൾ ഉണ്ടായതിനാൽ ഒരു പ്രത്യേക വ്യവസായ യൂണിറ്റിന് വിലയുടെ മുകളിൽ കാര്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല, പരിധിയൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും എല്ലാ വ്യവസായ യൂണിറ്റുകളും ഒരേ വില ഈടാക്കണമെന്നുമില്ല. പിന്നെ ലാഭം അതായത് ഹ്രസ്വ കാലഘട്ടത്തിനും ദീർഘകാലഘട്ടത്തിനും ലാഭം പരമാവധിയാക്കുക എന്നതാണ് ഈ ഒരു വ്യവസായ യൂണിറ്റുകളുടെ ലക്ഷ്യം ഉണ്ടാവുക. പിന്നെ ഓരോ വ്യവസായ യൂണിറ്റും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നതാണ് സങ്കല്പം. അതിനാൽ വിൽപ്പനക്കാർ തമ്മിലുള്ള യോജിച്ച പ്രവർത്തനം ഈ ഒരു വിപണിയിൽ ഉണ്ടാവില്ല. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉപഭോക്താക്കൾക്കും വിൽപ്പനക്കാർക്കിടയിലും അറിവ് അപൂർണമായിരിക്കും. അവർക്ക് പൂർണ്ണമല്ലാത്ത അറിവാണ് ഉണ്ടാവുക. പിന്നെ വ്യവസായ യൂണിറ്റുകൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് അറിവ് അപൂർണമായതിനാൽ പരസ്യം ഇവിടെ അത്യന്താപേക്ഷിതമാണ്. പരസ്യം ഉണ്ടാവും. ഈ ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പരസ്യം ഉണ്ടാവുമെന്നാണ് പറയണത്. ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നുണ്ട്, കാരണം കുറച്ച് എടുക്കാനുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഒലിഗോപോളി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വിൽപ്പനയിൽ കുറച്ച് വിൽപ്പനക്കാരുള്ള വിപണിയാണ് ഒലിഗോപോളി. ഈ ഒരു ഒലിഗോപോളിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് വിൽപ്പനക്കാരായിരിക്കും ഉണ്ടാവുക. പിന്നെ പരസ്പരം ആശ്രിതത്വമായിരിക്കും. അതായത് ഒലിഗോപോളിയിൽ എതിരാളികളുടെ എണ്ണം കുറവായതിനാൽ വ്യവസായ യൂണിറ്റുകൾ അവരുടെ പരസ്പരാശ്രിതത്വം വർദ്ധിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. ഓക്കെ, എന്താണ് ഒളിഗോപോളി? ഒരു വസ്തുവിൻ്റെ വിൽപ്പനയിൽ കുറച്ച് വിൽപ്പനക്കാരുള്ള വിപണിയാണ് ഒളിഗോപോളി. ഫ്യൂ സെല്ലേഴ്സ് മാർക്കറ്റാണ് ഒളിഗോപോളി. കുറച്ച് വിൽപ്പനക്കാരെന്ന് പറയുമ്പം അത് ഫീച്ചറായിട്ട് വരുന്നുണ്ട്. അതായത് അവിടെ നിലനിൽക്കുന്ന വ്യവസായങ്ങളിൽ വിൽപ്പനക്കാർ താരതമ്യേന കുറവായിരിക്കും. പിന്നെ പരസ്പര ആശ്രിതത്വം ഉണ്ടാവും അവർ തമ്മിൽ. അതായത് ഒളിഗോപോളിയിലെ എതിരാളികളുടെ എണ്ണം കുറവായതിനാൽ വ്യവസായ യൂണിറ്റുകൾ അവരുടെ പരസ്പരാശ്രിതത്വം അംഗീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഏകാത്മക ഉൽപ്പന്നങ്ങളായിരിക്കും. പിന്നെ കുത്തകാധികാരം, പ്രവേശനത്തിലെയും നിർഗമനത്തിലെയും തടസ്സങ്ങൾ, അറിവിൻ്റെ നിലവാരം, വില സ്ഥിരത, വില ഇതര മത്സരം, ഇതൊക്കെ ഈ ഒരു ഒളിഗോപോളിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നുണ്ട്. ലെങ്തി വീഡിയോ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. പിന്നെ കുറേ ദിവസം വീഡിയോ ഇടാതിരുന്നതിന് ശേഷം ഇടുമ്പോൾ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളും വരുന്നുണ്ട്. പിന്നെ ഡ്യുവോപോളി, മോണോപ്സോണി, ഡ്യുവോപ്സോണി, ഒളിഗോപ്സോണി, മോണോപ്സ്റ്റോണി കോമ്പറ്റീഷൻ, ഇതൊക്കെയാണ് അതർ ഫോംസ് ഓഫ് മാർക്കറ്റ് വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പം ടൈപ്സ് ഓഫ് മാർക്കറ്റ്സും അതിൻ്റെ ഫീച്ചേഴ്സും വരുന്നത്. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. ഞാൻ കുറേ കമൻസൊക്കെ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും കഴിയുന്ന പോലെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.